ബഹുമാനാധ്യക്ഷൻ, ഈ വേദിയെ എങ്ങനെയാണ് ഓമിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രകടനമോ പൊതുസമ്മേളനമോ സംഘടിപ്പിച്ചാൽ അവിടെ 1000-ഓ 10,000-ഓ ലക്ഷമോ ഒക്കെ എത്തും. പക്ഷെ ഇതേപോലെ ഒരു ഓഡിയൻസിനെ കാണാൻ കഴിയില്ല. ഈ ഇരിക്കുന്ന കുട്ടികൾ ഈ സമയം എന്ത് ചെയ്യേണ്ടതാണ്? ഒന്നുകിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ പ്രാർത്ഥന, അല്ലെങ്കിൽ സീരിയൽ കണക്കം, അല്ലെങ്കിൽ ഉറക്കം. ഈ ഇരിക്കുന്ന സഹോദരിമാർ ചെയ്യേണ്ടെന്താ? ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കും, അല്ലെങ്കിലോ കുട്ടികളെ പ്രാർത്ഥിപ്പിക്കും, അല്ലെങ്കിൽ കളിപ്പിക്കും, അല്ലെങ്കിൽ സിനിമ കാണിക്കും. ഒക്കെ ചെയ്ത സമയമാണ്. ഇവിടെ തലയിൽ മുണ്ടിട്ട സ്ത്രീകളുമുണ്ട്, മുണ്ടിടാത്ത സ്ത്രീകളുമുണ്ട് തലയിൽ. ഈ വേദി എന്ന് പറഞ്ഞാൽ തനതായ ഇന്ത്യയുടെ സംസ്കാരത്തെ വിരൽ ചൂണ്ടുന്ന ഒരു വേദിയാണ്. ബഹുമാന പി ജി സൂചിപ്പിച്ചു, ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ സംസ്കാരത്തിന്റെ ഉറവിടമായ സംസ്കാരമാണ് ഇന്ത്യയുടേത്. അത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് മൂല്യങ്ങളാണ്. അത് എവിടെ നിൽക്കുന്നു? അധികാരത്തിന്റെ അന്തഃപുരങ്ങളിൽ അടയിരിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിലും അതുപോലെ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളും ഭരണ സമീപനങ്ങളുമാണ് രാജ്യത്തിന്റെ പൈതൃകങ്ങളെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ നമ്പിനാരായണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്നു, ചലച്ചിത്ര സംവിധായകൻ വന്നു, PC ജോർജ് വന്നു, MLA പാലോടി രവി വന്നു, എന്റെ സുഹൃത്ത് ചന്ദ്രബാബു വന്നു. ഇവരെല്ലാം വരുമ്പോഴും ആ നമ്പിനാരായണൻ എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തിലെ ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലകളിൽ ഇന്ത്യ ഏറ്റവും വലിയ ശക്തിയാക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഐതിഹാസികമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ഇന്ത്യയിലെയും കേരളത്തിന്റെയും ഭരണാധികാരികൾ അവിടെ ഒത്താശയോടുകൂടി ലോകത്തിലെ സാമ്പത്തിക മൂലധന ശക്തിയായ അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിധേയമായി അമേരിക്കയുടെ താരസംഘടനയോടൊപ്പം നമ്മുടെ കേരള പോലീസും കേരളത്തിലെ ഭരണാധികാരികളും ഒരുമിച്ചിരുന്നു. എന്റെ ഈ കൊച്ചുമകൻ, അവന് എത്ര വയസ്സ് വരും? 4 വയസ്സോ 5 വയസ്സോ വരും അവന്. അവൻ നാളെ 5 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ അവന്റേതായ സമ്പത്ത് 9 ലക്ഷം കോടി രൂപ. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. PC ജോർജ് പറഞ്ഞതുപോലെ അഭിപ്രായങ്ങൾ പറയണം, എങ്കിൽ മാത്രമേ ജനങ്ങൾ അത് തിരിച്ചറിയാൻ കഴിയൂ. 9 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ സമ്പത്ത് പോയത്. ഇന്ത്യയിലുള്ള 131 കോടി ജനങ്ങൾ ജനിച്ച് പേര് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ഉൾപ്പെടെ 11 കോടി രൂപയുടെ സ്വത്തിന് അവകാശികളാണ്. ആര് കൊണ്ടുപോയി നമ്മുടെ സമ്പത്ത്? നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു? എവിടെ ഇന്ത്യക്ക് ഒരു തനതായ സംസ്കാരമുണ്ടോ? ഉണ്ട്. എന്ത് സംസ്കാരമാ? അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത് സിന്ധു നദിയുടെ സംസ്കാരമാണ്. പേർഷ്യക്കാരാണ് നമ്മളെ ഹിന്ദുക്കൾ എന്ന് വിളിച്ച, അതാണ് അവസാനം ഹിന്ദുവായത്. അതൊരു സംസ്കാരമാണ്. ഇന്ത്യക്ക് ഒരു ദേശീയ മതമില്ല. ഇന്ത്യക്ക് ദേശീയ മതമുണ്ടെങ്കിൽ ഇന്ത്യ ഒരു സെക്യുലർ അല്ല, ഇന്ത്യ ഒരു മതേതരത്വമില്ല. എന്റെ പേര് സന്തോഷം എന്നാണ്. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. പൊന്നാനി പോയി സുന്നത്ത് നടത്തി 5 നേരം നമസ്കരിച്ചാൽ എന്റെ പേര് അബൂബക്കർ. ചർച്ചിൽ പോയി കുർബാന നടത്തിയാൽ എന്റെ പേര് ക്രിസ്തുദാസ്. ആർക്ക് തടയാൻ പറ്റും? ഏത് ഭരണാധികാരിക്ക് തടയാൻ പറ്റും? പക്ഷെ അവിടെ എന്ത് ചെയ്തു? അവിടെയാണ് അധികാരത്തിനു വേണ്ടി മതങ്ങളെ വികലമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഭരണ രാഷ്ട്രീയ സമീപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യനുണ്ട്, മുസ്ലിമുണ്ട്, അല്ലേ? എല്ലാ മതവിശ്വാസങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന കുട്ടികൾക്ക് എന്ത് ജാതി, എന്ത് മതം നമ്മൾ ചിന്തിക്കാറുണ്ടോ? എവിടെയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എവിടെയാണ് മതം? മതം മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഒരു പ്രവാചകനും ഒരു ദൈവം ആരും മതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു മതം ഉണ്ടാക്കാം. മതം സംസ്കാരമാണ്, മതം അഭിപ്രായമാണ്. അത് മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്, അത് അടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് വൃശ്ചിക മാസം 1-ാം തീയതി കുളിച്ച് കുറിയിട്ട് ശബരിമലയിൽ ചെല്ലുമ്പോൾ അയ്യപ്പൻ പറയും, നിങ്ങൾ എന്നെ കാണുന്നതിന് മുമ്പ് ആരെ കാണണം? വാവരെ കാണണം. വാവരാരാ? മുസ്ലിമാ. എന്താ പറയുക? വാവര് സ്വാമി എന്നാ പറയുക? വാവര് മുസ്ലിമാരെന്നാ പറയുക? വാവര് സ്വാമീന. ശബരിമലയിൽ വാവരും അയ്യപ്പനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ കൊച്ചാലുമൂട്ടിലാണ് വാഹിദും അയ്യപ്പൻ നായർ നമ്മൾ പള്ളികൾ ക്ഷേത്രത്തിനോടിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടമാണ്. എന്റെ ബഹുമാന്യ സഹോദരൻ സജീർ വളരെയധികം പലപ്പോഴും എന്നോട് പറയും, എന്നെ എന്റെ ഏറ്റവും ഒരു സഹോദരനെ പോലെ കാണും. അതുപോലെ എന്റെ ക്ലബിലെ അംഗങ്ങളൊക്കെ അതാണ്. എന്നോട് പലപ്പോഴും പറയാറുണ്ട് ഈ പ്രദേശത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച്, അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ വരണം എന്ന് എന്നോട് പറഞ്ഞു. എവിടെയാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ഏത് കാലഘട്ടത്തിലാണ്? അധികാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളിൽ ബന്ധങ്ങളില്ല.
നമ്മുടെ സംസ്കാരങ്ങളെ വിലപേശുന്നു. ഒരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മൾ പത്രത്തിലും ടിവിയിലും കാണുന്നില്ലേ, 1, 2, 5, 10, 15 വയസ്സായ കുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ബന്ധുക്കളായാലും നാട്ടുകാരും അയൽവക്കക്കാരായാലും പീഡിപ്പിക്കപ്പെടുന്നു, അവർ കൊല്ലപ്പെടുന്നു. നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ സംസ്കാരം എവിടെ പോയെന്ന്? ഞാനൊരു കഥ പറയട്ടെ. ലോകശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടിൽ പറഞ്ഞു, മാൻ ഈസ് റേഷൻ ആനിമൽ. ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുന്ന മൃഗമാകുന്ന മനുഷ്യൻ. എന്റെ കൊച്ചുകുട്ടികൾ ആര് സംസാരിക്കുന്നത് കേൾക്കുന്നില്ല, എനിക്കൊരു വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞത്? ലോകശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടിൽ പറഞ്ഞു, മാൻ ഈസ് റേഷൻ ആനിമൽ. ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുന്ന മൃഗമാകുന്ന മനുഷ്യൻ. മൃഗം എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചറിവില്ല, വിവേകമില്ല, വിവരമില്ല, സംസ്കാരമില്ല, ബന്ധമില്ല, സാഹോദര്യമില്ല, സമത്വമില്ല, ഒന്നുമില്ല. മനുഷ്യനോ ഇതിനെല്ലാം വിപരീതമാണ്. സംസ്കാരമുണ്ട്, വിവേകമുണ്ട്, ചിന്തിക്കാൻ കഴിയും, ആദരിക്കാൻ കഴിയും, സ്നേഹിക്കാൻ കഴിയും, ബഹുമാനിക്കാൻ കഴിയും. അങ്ങനെ എല്ലാത്തിന്റെ അർത്ഥമാണ് മനുഷ്യൻ. ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ സഹോദരിമാരെ, സഹോദരന്മാരെ. നമ്മളെ വീട്ടിൽ പശുവിനെ വളർത്തുന്നു, നമ്മളെ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നു, നമ്മളെ വീട്ടിൽ പട്ടിയെ വളർത്തുന്നു. ഏത് ജീവിയെ വളർത്തട്ടെ, അത് ഗർഭിണിയായി, അപ്പോഴും നമ്മൾ വല്ലോ സ്നേഹമാണ്, നമ്മൾ സ്നേഹിക്കും. അത് പ്രസവിച്ചാൽ അതിന്റെ അടുത്ത് ചെന്നാൽ ആ ജീവി ആരെയാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുക? അതിന്റെ കുട്ടിയെ ആണല്ലോ. മനുഷ്യരാണെങ്കിലോ പ്രസവിച്ചൊന്ന് ഓടയിൽ കളയുന്നു, പ്രസവിച്ചൊന്ന് കെട്ടിത്തൂക്കുന്നു, പ്രസവിച്ചൊന്ന് വിൽക്കുന്നു, പ്രസവിച്ചൊന്ന് ചവിട്ടിത്താക്കുന്നു, പ്രസവിച്ചൊന്ന് കൈത്തറക്കുന്നു, പ്രസവിച്ചൊന്ന് വിൽക്കുന്നു. എവിടെയോ മനുഷ്യന്റെ മൃഗത്തിന്റെ സംസ്കാരം നമ്മൾ ചിന്തിക്കാറുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രീകൃതമായ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന്റെ വിശ്വാസങ്ങളെയും ആരാധനകളെയും ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതി. നേരത്തെ എന്റെ ബഹുമാന ജ്യേഷ്ഠ PC എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. അദ്ദേഹം സൂചിപ്പിച്ചില്ലേ, ബൈബിളിനെ കുറിച്ചും ഭഗവത്ഗീതയെ കുറിച്ചും ഖുർആനെ കുറിച്ചും ഒക്കെ. പ്രവാചകനായ ആരാണ്? മുഹമ്മദിന്. എന്താ പറഞ്ഞത്? അദ്ദേഹം സംഭവം യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ സമൂഹം എന്ന്. 1,24,000 പ്രവാചകന്മാർ ഖുറാനിൽ ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 24 പ്രവാചകന്മാരുടെ പ്രവർത്തനമാണ് പറയുന്നത്. അത് അന്ത്യപ്രവാചകനാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ഏത് മതമാണ്? ഖുറാനിൽ പറയുന്നുണ്ട്. ഏറ്റവും ചെറിയൊരു ഉദാഹരണം PC ചേട്ടൻ പറഞ്ഞു 106. ഏറ്റവും അവസാനം പറയുന്നുണ്ട് 7 വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. 7 മുസ്ലിം വീടെന്നല്ല പറയുക. നബിമാർക്ക് ഉണ്ടോ? മതമുണ്ടോ? മനുഷ്യന്റെ മതം. അതുപോലെ തന്നെ ബൈബിൾ പറയുന്നു, നിന്റെ അയൽക്കാരനെ ക്രിസ്ത്യാനി സ്നേഹിക്കാൻ, അയൽക്കാരനെ ആരായാലും സ്നേഹിക്കാൻ. ഭഗവത്ഗീത പറയുന്നത് അന്യന്റെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒരുപോലെ പങ്കെടുക്കുക. അവനാണ് മനുഷ്യൻ, അവനാണ് വിവേകി, അവനാണ് തിരിച്ചറിവുള്ളവൻ. അവിടെയാണ് നമുക്ക് വേണ്ട പ്രാർത്ഥന, അവിടെയാണ് നമുക്ക് വേണ്ട ബഹുമാനം, അവിടെയാണ് നമുക്ക് ഇതെല്ലാം ഉണ്ടാകേണ്ടത്. അങ്ങനെ ബന്ധങ്ങൾക്ക് വില നിൽക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഉറവിടമായി കൊച്ചാലമൂട് മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മൾ 2005 3 ദിവസമല്ല ഒരാഴ്ചക്കാലം നമ്മൾ ഇതിന്റെ ഈ പ്രദേശങ്ങളെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച നടത്തും. നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. ഇവിടെ രാഷ്ട്രീയ നേതാക്കൾ, ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പ്രസംഗവും പ്രവൃത്തിയുമായി ബന്ധമില്ലാതെ പോകുന്നു. അതിന്റെ ഫലമായിട്ടാണ് ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് സാമുദായിക സംഘടന വളരുന്നത്. അതുകൊണ്ടാണ് സാമുദായിക സംഘടനകളെ രാഷ്ട്രീയ നേതാക്കൾ ഭയക്കുന്നത്. സത്യസന്ധമായി പൊതുരംഗത്തും രാഷ്ട്രത്തിന്റെയും ജനത്തിന്റെയും ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവൻ ആര് ഭയക്കണം? ആര് ഭയക്കണ്ട. അവിടെയാണ് പറഞ്ഞത്, നമ്മുടെ ലോകത്തിലെ ശാസ്ത്രമൊക്കെ ഏറ്റവും ഭയങ്കരമായി വളർന്നു എന്ന് പറയുന്നു. നിങ്ങൾ ഇവിടെയുള്ളവർ എനിക്ക് തോന്നുന്നു ദൈവവിശ്വാസികളാണെന്ന് തോന്നുന്നു. ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പോഴും പറയും, ദൈവം എന്ന് പറയുന്ന ഏകമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ലോകമെന്ന് എല്ലാം അടങ്ങുന്നതാണ് ദൈവം. ദൈവത്തിന് ഭാഷയില്ല, ദൈവത്തിന് രൂപമില്ല, ഒന്നുമില്ല. പിന്നെ എവിടെ ദൈവം? നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? എല്ലാ സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വേദി എന്നുള്ള നിലയ്ക്ക് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഈ പ്രദേശത്തുള്ള ജനങ്ങൾ, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോൾ. ഞാൻ സജീവനോടും ഇതിന്റെ ഭാരവാഹികളോടും പറയുകയായിരുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം, 1-2 അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, 16 വർഷം ഈ രാജ്യത്തെ സേവിച്ചതിന് വേണ്ടി പരസ്യമായി എന്താ പറയുക, ചൂലുകൊണ്ടും അതുപോലെ തന്നെ ചാണകമെറിഞ്ഞും വീട്ടിലും ഒക്കെ പീഡിപ്പിച്ച ബഹുമാന്യനായ, എത്ര ആദരിച്ചാലും മനസ്സിലാകാൻ കഴിയാമ ഗുണമല്ലാത്ത ഒരു വലിയ മനുഷ്യനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്.